സോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1152 കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുവാണ്. അതായത് ഇത് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല, പകരം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ മെയിനായിട്ടുള്ള കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. സോ ആ പോയിന്റ്സ് ഓരോന്നായിട്ട് നോക്കി അതിനെപ്പറ്റിയായിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാപ്റ്റർ 1152 നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പെടുത്തണം. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിലെത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് എന്തായാലും ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. മെയിനായിട്ട് 8 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ലോക്കിയുടെ ഇന്നസെൻസിനെ പറ്റി, സോറോയുടെ കോൺഗ്രസ് ഹാക്കിനെ പറ്റി, സാഞ്ചിക്ക് ഈ കോൺഗ്രസ് ഹാക്കി കിട്ടുമോ ഇല്ലയെന്നതിനെ പറ്റി, ലോക്കി സ്ട്രോ ഹട്സിൽ ചേരുന്നതിനെ പറ്റി, ലോക്കിയും ജാവലും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി, പിന്നെ റോക്സിൻ്റെ മരണത്തിനെ പറ്റി, ഹാർലിൻ്റെ മരണത്തിനെ പറ്റി, ഷാങ്സിൻ്റെ കയ്യിലുള്ള ABS മാർക്കിനെ പറ്റി, പിന്നെ എൽബഫിലെ ലെജൻഡറി ഡെവിൾ ഫ്രൂട്ടിനെ പറ്റി. സോ ഈ 8 കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ എടുത്ത് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ നമ്മുടെ ഈ പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കണ്ട. ആദ്യം നമുക്ക് ലോക്കിയുടെ ഇന്നസെൻസിനെ പറ്റി സംസാരിക്കാം. 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എൽബഫിലെ ഏറ്റവും മികച്ച രാജാവായിട്ടുള്ള കിങ് ഹാർലിനെ കൊല്ലുകയും അതേപോലെ തന്നെ ആ ക്യാസിലുണ്ടായിരുന്ന 113 മെമ്പേഴ്സിനെയും ലോക്കി കൊന്നു. ഇതായിരുന്നു ലോക്കിയുടെ മുകളിലുണ്ടായിരുന്ന ആ ഒരു കുറ്റം. അതുമൂലം തന്നെ ഇപ്പൊ നിലവിൽ റിലം ഓഫ് ഡെഡിലാണ് ലോക്കിനെ ഇംപ്രസന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചാപ്റ്റർ 1152 ഒരു കാര്യം അങ്ങനെ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ലോക്കിയല്ല കിങ് ഹാർലിനെ കൊന്നത്. കിങ് ഹാർലിനെ കൊന്നത് അവിടുത്തെ ആ ഒരു മെമ്പേഴ്സ് തന്നെയാണ്, അതായത് ആ ക്യാസിലുണ്ടായിരുന്ന ഗാർഡ്സ് തന്നെയാണ്. പക്ഷേ ഇന്നിനി എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമല്ല. അതെന്തായാലും ഹാർലിൻ്റെ സമയത്ത് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ലോക്കി ഇന്നസെൻ്റ് ആണെന്ന് നമ്മുടെ ജാറിലും അറിയാമായിരുന്നു. കാര്യം ജാറിലും ലോക്കിയും കൂടെയാണ് ആ ഒരു ടൈമിൽ ഈ ഒരു കാഴ്ച കാണുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജാറുൽ ഇതിനെപ്പറ്റി സംസാരിക്കാത്തതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല ലോക്കി എന്തുകൊണ്ടാണ് ആ കുറ്റം സ്വയമേ ഏറ്റെടുത്തത്, അതായത് ആര് ചോദിച്ചാൽ ലോക്കി കൊന്നുന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതറിഞ്ഞൂടാ. ഇതിൻ്റെ പുറകിൽ മെയിനായിട്ട് കുറച്ച് മിസ്റ്ററീസ് ഉണ്ടെങ്കിലും അതിനെപ്പറ്റി നമുക്ക് ഇതുവരെ അറിയാൻ മേലെങ്കിലും ലോക്കി ഇന്നസെൻ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ലോക്കിയുടെ ഇൻസിഡൻസിനെ പറ്റി ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി രണ്ടാമത്തത് സോറോയുടെ കോൺഗ്രസ് ഹാക്കിയാണ്. ഇതൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. കാര്യം ഇവിടെ പല പല പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം വാനൽ വെച്ച് കായുടെ മെൻഷൻ ചെയ്തിട്ടൊരു കാര്യം സോറോയ്ക്ക് കോൺഗ്രസ് ആക്കി ഉണ്ടെന്ന്. പക്ഷെ അന്ന് അതങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി അവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാര്യം അതിൻ്റെ തൊട്ടടുത്ത ആർക്കായുള്ള ഇഖടി വെച്ച് നമ്മുടെ സോറോയുടെ വിവേകാട് വന്നിരുന്നു. അതിലാട്ടെ സോറോയ്ക്ക് കോൺഗ്രസ് ആക്കി ഇല്ല എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സോറോയുടെ ബർത്ത്ഡേ കാർഡ് വന്നു. അതിലാട്ടെ കോൺഗ്രസ് ആക്കി ഉണ്ടെന്ന് മെൻഷൻ ചെയ്തു. അവിടെ ഒരു വലിയൊരു ഡൗട്ട് വന്നപ്പോൾ തന്നെ ആ ഒരു കോൺഗ്രസ് ആക്കി ഉണ്ട് എന്നുള്ള പോസ്റ്റ് അത് ഇട്ടവർ തന്നെ ഒഫീഷ്യലി ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോറോയ്ക്ക് ഉണ്ടോ ഇല്ലയോ, അതായത് കോൺഗ്രസ് ആക്കി ഉണ്ടോ എന്നുള്ള ഡൗട്ട് വീണ്ടും നിലനിന്ന് പോകുമായിരുന്നു. അതും ഈ ഒരു 1152 എന്ന ചാപ്റ്ററിൽ ഒഫീഷ്യലി എൻഡ് ആയിട്ടുണ്ട്. കാര്യം ഗബാനോടെ മെൻഷൻ ചെയ്യുന്നുണ്ട് സോറോയ്ക്ക് കോൺഗ്രസ് ആക്കി ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ സോറോയ്ക്കും ഇത് അറിയാൻ മേലായിരുന്നു, എന്നാൽ ലൂഫിക്ക് ഇത് അറിയാമായിരുന്നു. ഇനി പറയാനുള്ളത് സാഞ്ചിനെ പറ്റിയാണ്. സാഞ്ചിക്ക് കോൺഗ്രസ് ആക്കി കിട്ടുവോ ഇല്ലയോ? സത്യം പറഞ്ഞാൽ നിലവിൽ സാഞ്ചിയുടെ അവസ്ഥ കുറച്ചധികം ദാരുണമാണ്. ഈവൻ ടോയ് ആനിമേഷനും ഇപ്പോൾ അതേ ഓടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇറക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്നാന്ന് വെച്ചാൽ സോറോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ സാഞ്ചിക്കും കോൺഗ്രസ് ആക്കി കിട്ടും. കാര്യം എന്തെന്ന് നോക്കാൻ കുറച്ചധികം ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗബാനും സാഞ്ചി തമ്മിൽ കുറച്ചധികം സിമിലാരിറ്റീസ് ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ സോറോയും സാഞ്ചി തമ്മിൽ ഒരു റൈവലറി ഉണ്ട്. അത് സോറോ സ്ട്രോങ്ങർ ആകും, അതിനോടൊപ്പം തന്നെ സാഞ്ചി സ്ട്രോങ്ങർ ആകും, അവൻ വീണ്ടും സ്ട്രോങ്ങർ ആകും, സാഞ്ചി വീണ്ടും സ്ട്രോങ്ങർ ആകും. ഈ ഒരു നിലവിലാണ് അവർ പൊക്കോണ്ടിരുന്നത്. സോ ഈ ഒരു അവസ്ഥയിൽ സാഞ്ചിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഹൈറ്റിലാണ് സോറോ കറന്റ്ലി നിൽക്കുന്നത്. കാര്യം കോൺഗ്രസ് ആക്കി എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയുള്ള ഫീറ്റ് തന്നെയാണ്. ഐ മീൻ നിയർലി ഇമ്പോസിബിൾ ആയുള്ള ഫീറ്റ്. ഈ ഒരു സാധനം ഒരിക്കലും ട്രെയിനിങ്ങിലൂടെ കിട്ടത്തില്ല. അതായത് ഇത് ജനിക്കാൻ നേരത്ത് തന്നെ ഒരാൾക്കുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് ആക്കി അവേക്കൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല ഈ ഹാക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ ഇതിനെ മെരിക്കാനും സാധിക്കത്തുള്ളൂ. ഇതും നമ്മുടെ ഗബാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു പ്രഡിക്ഷനാണ്, വലിയൊരു പോസിബിലിറ്റിയാണ്. ഞാൻ ഉണ്ടെന്ന് ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയാം, ചിലപ്പോൾ എൽബഫാർക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ സാഞ്ചി തൻ്റെ കോൺഗ്രസ് ആക്കി അവേക്കൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സോറോനെക്കാട്ടും മുമ്പ് ഈ ഒരു കോൺഗ്രസ് ആക്കി പുള്ളിക്കാരൻ മാസ്റ്റർ ചെയ്തെന്നും വരാം. ഇനി മൂന്നാമത്തെ കാര്യം, ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ചേരുവോ ഇല്ലയോ? ഇതൊരു വലിയൊരു പ്രഡിക്ഷൻ തന്നെയായിരുന്നു. അത് എൽബഫിൽ ലോക്കി എന്ന ക്യാരക്ടറിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അടുത്ത സ്ട്രോ ഹാറ്റ് ലോക്കി തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ ലോക്കിനെ നമ്മുടെ ലൂഫി വിളിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഞാനും അങ്ങനെ തന്നെയാണ് കാത്തിരുന്നത്. കാര്യം എങ്ങനെയെങ്കിലും ലോക്കി സ്ട്രോ ഹാറ്റ് ആകണമെന്നാണ് പ്രാർത്ഥിച്ചത് ഞാനും. സോ ഫൈനലി ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 1152 അകത്ത് ലൂഫി അങ്ങനെ നമ്മുടെ ലോക്കിനെ ക്ഷണിക്കുന്നുണ്ട്. ഈവൻ ദോ ലോക്കി ഇത് റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ എൽബഫ് ആർക്കൊക്കെ കഴിഞ്ഞ നേരത്ത് നമ്മുടെ കീമോണിനെയും അതേപോലെ തന്നെ യാമറ്റോനെ പോലെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ഒരു ഒഫീഷ്യൽ മെമ്പർ അല്ലെങ്കിലും ഒരു അൺഒഫീഷ്യൽ
എന്നാ പറയാ എന്നൊരു മെമ്പർ എന്ന രീതിയിൽ നമ്മുടെ ലോക്കി മാറാനും ചാൻസ് ഉണ്ട്. ലോക്കിയും ലൂഫിയായിട്ട് ഒരു കിടിലൻ ബോണ്ട് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി 4ാമത്തെ പോയിന്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ലോക്കിയുടെ ജാറിനുള്ളിലെ കണക്ഷൻ. നമുക്കറിയാം ലോക്കിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, മോസ് എന്നാണ് ആ ഫ്രണ്ടിനെ വിളിക്കുന്നത് ലോക്കി. അത് മാത്രമല്ല റിലം ഓഫ് ഡേറ്റിൽ ലോക്കി ഇപ്പോൾ പെട്ട് കിടക്കാൻ നേരത്ത് പുള്ളിക്കാരന് ആകപ്പാട് കിട്ടുന്ന സമയം ആകപ്പാടുള്ള ഫ്രണ്ടും ഈ മോശയാണ്. പുള്ളിക്കാരനായിട്ടാണ് ലോക്കി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും. ഇതും ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ചിലപ്പോൾ ജാറിന് ഇതെല്ലാം അറിയാഞ്ഞിട്ട് കൂടിയും ലോക്കിനെ പുറകിൽ നിന്ന് കുത്തിയതായിരിക്കും. അതായത് എൽബഫിന്റെ ഭാവിക്ക് വേണ്ടി ജാറുൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരിക്കും. പക്ഷെ ആ ഒരു കുറ്റബോധം ജാറുലിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക്കിയുടെ അടുത്തേക്ക് ഒരു ഡെൻഡൻ മുഷി കൊടുത്തിട്ട് മോസ എന്നൊരു പേരിൽ നമ്മുടെ ജാറുൽ ലോക്കിയായിട്ട് സംസാരിക്കുന്നത്, ഇടക്കിടക്ക് സംസാരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നത്. അത് മാത്രമല്ല ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു ലോക്കിയുടെ ജാറുലിന്റെ ഒരു എന്താ പറയുക ഒരു കമ്പനി എന്ന് പറയുന്നത് അത്യാവശ്യം ഊളിത്തരമായിട്ടാണ്.